നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പല വലിയ പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല. നമുക്ക് അങ്ങനെ പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പ്രോസസ്സിംഗ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, അനുപാതം എന്താണ്, പിന്നെ ഇതുണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതെങ്ങനെ വിൽക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയാൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത്. ആ പ്രോഡക്റ്റ് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. വലിയ കമ്പനികളുടെ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ലോക്കലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വിലയിൽ അജഗജാന്തര വ്യത്യാസവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, നമ്മളുടെ ആളുകൾക്ക് വലിയ കമ്പനികൾ എന്ത് ഐറ്റം കൊടുത്താലും അത് അടിപൊളി സാധനമാണ്. അതേ പ്രോഡക്റ്റ് ഇട്ട് ഇല്ലെങ്കിൽ അതേ ഇൻഗ്രീഡിയൻസ് ഇട്ട് ചെറിയ കമ്പനികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കൊള്ളില്ല, ഇത് ലോക്കലാണ് എന്ന് പറയുന്നൊരു സ്വഭാവം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഉണ്ട്. ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷാംപൂ ആണ്. ഈ ഷാംപൂ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ മുടിയിലെ എണ്ണമയം കളയാനായിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അതിന് വിപണി സാധ്യത വളരെയേറെ ഉണ്ട്, അതും അറിയാം. അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്ന്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും. പ്രോപ്പറായിട്ട് പറയണം എന്ന് മാത്രം. ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ്. അത് 30% വീര്യമുള്ളത് 2.5 കിലോ വേണം. പിന്നെ വേണ്ടത് സോഡിയം ക്ലോറൈഡ് ആണ്. അത് നമുക്ക് 15 ഗ്രാം വേണം. പിന്നെ വേണ്ടത് നമുക്ക് വെള്ളമാണ്. RO വാട്ടർ തന്നെ എടുക്കുക. അത് നമുക്ക് വേണ്ടത് 2.5 കിലോയാണ്, ഇല്ലെങ്കിൽ 2.5 ലിറ്റർ. പിന്നെ സുഗന്ധം ആവശ്യത്തിന്. ഏത് ഫ്രാഗ്രൻസ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രാഗ്രൻസ് 1-2 തുള്ളി വേണ്ടി വരും. ഇത്രയും കാര്യം നമുക്ക് മതിയാകും. ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞ സോഡിയം ലോറൈൽ സൾഫേറ്റും രണ്ടാമത് പറഞ്ഞ സോഡിയം ക്ലോറൈഡും തമ്മിൽ കൂട്ടി ഇളക്കണം. ഇളക്കിയതിനു ശേഷം സുഗന്ധം ചേർത്ത വെള്ളം, അതായത് വെള്ളത്തിൽ നമ്മൾ ആ സുഗന്ധം ചേർത്ത് ലയിപ്പിച്ചിരിക്കണം. സുഗന്ധം ചേർത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കുക. സംഭവം കഴിഞ്ഞു, നിങ്ങളുടെ ഷാംപൂ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സാഷേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആണ് ആദ്യം. അതിന് പകരം നമുക്ക് ഷാംപൂവിന്റെ ബോട്ടിലുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി കെമിക്കൽ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ മാർട്ട്, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, ട്രേഡ് ഇന്ത്യ ഇതുപോലെയുള്ള സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലീഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ വ്യക്തമായിട്ടൊരു സ്റ്റഡി ഇല്ലാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ പിന്നാലെ പോകാൻ പാടില്ല. ആദ്യം പഠിക്കുക. പഠിച്ചതിന് ശേഷം ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്വന്തം തലയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.